ശരിക്കും നിങ്ങൾ ആരെയാണ് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഇനി എത്ര ദിവസങ്ങളുണ്ട് നിങ്ങളുടെ മെയിൻ എക്സാമിന്? നിങ്ങൾ കണ്ടതല്ലേ ക്രിസ്മസ് എക്സാമിന്റെ ഓരോ ക്വസ്റ്റ്യൻ പാറ്റേണും? നിങ്ങൾ കേട്ടതല്ലേ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള പല ഉദ്യോഗസ്ഥരുടെയും വാർത്താ സമ്മേളനം? അതിൽ നിന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എടാ, നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇനി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും അടപടലും മാറിയിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് കറക്റ്റ് നിങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞവരാണ്. എങ്ങനെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇതിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയതല്ലേ? എത്ര പേരാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഹാട്രിക് അടിച്ചു, എന്തില്? വിജയത്തിലല്ല, പൊട്ടി എന്ന് പറയുന്നുണ്ട്. എത്ര പേരാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സാർ ഈ ഒരു രീതിയിൽ തന്നെയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ട്. ഇനി നിങ്ങൾ ആരെ കാത്തിരിക്കുന്നത്? വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. എടാ, അതിനൊക്കെ കൂടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയ സ്ഥിതിഗതി അനുസരിച്ച് തന്നെ നമ്മൾ ഓൾറെഡി നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു, ബൂസ്റ്റർ ബാച്ച്. ആ ബൂസ്റ്റർ ബാച്ചിലേക്കുള്ള റെക്കോർഡിങ്സ് ഒക്കെ നമ്മളിത് കഴിഞ്ഞതാണ്. പക്ഷേ അതൊക്കെ നമ്മൾ മാറ്റുന്ന അവസ്ഥ. കാരണം എന്തിനാണ് ഇനിയും മാറ്റിയെടുക്കുന്നത്? നമ്മുടെ എക്സാം പാറ്റേൺ ആകെ മാറിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും എനിക്ക് യാതൊരുവിധ വിശ്വാസമില്ല ഇനി പഴയപടി എക്സാം വളരെ ഈസിയാവുന്നു. എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. കാരണം അത്രത്തോളം ഈ ഒരു ക്രിസ്മസ് എക്സാം വളരെ വാർത്തയായതാണ്. നിങ്ങൾക്കറിയാം, ചോദ്യപേപ്പർ ചോർച്ച അതൊരു സൈഡിൽ, ക്വസ്റ്റ്യൻ പാറ്റേൺ ഇനി മാറ്റണം എന്ന് മറ്റൊരു സൈഡിൽ, അധ്യാപകർ പഠിപ്പിക്കുന്നത് ഈ രീതിയിലാണെന്ന് വേറൊരു സൈഡിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കൂടി വെച്ചിട്ട് വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ തീരുമാനം നമ്മളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചതാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും. ഇനി ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കൊരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. മക്കളെ, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള, ലൈഫ് തന്നെ വളരെ അധികം മാറി മറിയാനുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്താണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനിയും നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് ആ തീരുമാനം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ പഠിക്കണം. പഠിക്കാതെ വേറൊരു നിവൃത്തിയില്ല. നിങ്ങൾ ഒരു ചുളുവിൽ രക്ഷപ്പെട്ടു പോകാമെന്നുള്ള കരുതലോട് കൂടി നിന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ 3 പ്രാവശ്യം എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇനിയും ചുളുവിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതി പാസ്സായി നല്ലൊരു മാർക്ക് വാങ്ങി രക്ഷപ്പെട്ടു പോകാമെന്ന് നിങ്ങൾ യാതൊരുവിധ പ്രതീക്ഷയും വേണ്ട. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ കൈവച്ചുകൊണ്ട് നിങ്ങളോട് പറയാണ്. ഇനിയും നിങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ മക്കളെ, അതിനൊക്കെ കൂടി വേണ്ട നമ്മൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് 7ാം ക്ലാസ്സും 9ാം ക്ലാസ്സും, അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ബൂസ്റ്റർ ബാച്ച്. വെറും 499 രൂപ മാത്രം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 500 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് 10 വിഷയമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഇപ്പോൾ 9ാം ക്ലാസ്സിന് 10 വിഷയമുണ്ടാവും. ഈ 10 വിഷയത്തിൽ നിങ്ങൾ ഒന്ന് കണക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ നമ്മൾ ചോദിക്കുന്നത് വെറും 50 രൂപ മാത്രമാണ്. 50 രൂപ. ഇനിയിപ്പോൾ 499 രൂപ എന്ന് വെച്ചാൽ 2 ആൾ മന്തി കഴിക്കുന്ന പൈസ. ഈ മന്തി കഴിക്കുന്ന പൈസക്ക് നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കാൻ പോകുന്ന സ്കൂളിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബൂസ്റ്റർ ബാച്ചിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. മക്കളെ, നമ്മളെ ബൂസ്റ്റർ ബാച്ചിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകം തന്നെ 1000ഓളം കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. കാരണം നമ്മൾ കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും എടുത്തിട്ട് നമ്മൾ ഇത് മുന്നോട്ട് പോകാൻ നമ്മൾ വിചാരിക്കുന്നില്ല. വളരെ കുറച്ച് സ്റ്റുഡൻസിനെ എടുത്ത് ആ കുറച്ച് സ്റ്റുഡൻസിനെ കൃത്യമായ മെൻറ്റർഷിപ്പ് നൽകിക്കൊണ്ട് നമ്മൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കാനാണ് നമ്മളുടെ തീരുമാനം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലേക്കും മക്കൾക്ക് ജോയിൻ ചെയ്യാനുള്ള വളരെ എളുപ്പ വഴിയാണ് എജുപോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മക്കൾ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ, നെക്സ്റ്റ്, ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കാം, നെക്സ്റ്റ് ബട്ടണൊക്കെ, പിന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരുന്നുണ്ടാവും. അതിൽ നിങ്ങൾ ജസ്റ്റ് നെയിം കൊടുക്കാം. ഇപ്പോൾ സഹദ് എന്നുള്ള നെയിം കൊടുത്തു. പിന്നെ ജസ്റ്റ് ഒരു ഫോൺ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യാം, കൊടുക്കാം. ഒരു മെയിൽ ഐ ഡി, എന്താ hello@ejuportno, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മെയിൽ ഐ ഡി ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു മെയിൽ ഐ ഡി കൊടുക്കാം. പിന്നെ ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾ നോക്കണം. ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ അത് ക്ലാസ് 7 ആണെങ്കിൽ ക്ലാസ് 7, ഞാൻ ജസ്റ്റ് ക്ലാസ് 7 സെലക്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ സ്ട്രീം ഇംഗ്ലീഷ് ഓർ മലയാളം മീഡിയം ഉണ്ടാവും. അതിൽ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് പിന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവിടെ 499 എന്നുള്ള കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഫോണിൽ ഗൂഗിൾ പേയോ മറ്റുള്ള ആപ്പുകളോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിൻ്റെയിലോ നിങ്ങളുടെ അമ്മൻ്റെതിലോ ആരുടേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ, മനുഷ്യന്മാരാണ്, സംശയമുണ്ടാവും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ഡൗട്ടുകൾ മുഴുവൻ ക്ലിയർ ചെയ്തു തരും. എന്തിൻ്റെങ്കിലും പേരിൽ, സംശയത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ജോയിൻ ചെയ്യാതിരിക്കരുത് മക്കളെ. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ചാൻസ് ആണ്. ഒരുപക്ഷെ എല്ലാ കുട്ടികൾക്കും ഇത് കിട്ടിക്കോളുന്നില്ല. വളരെ ചുരുങ്ങിയ സീറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പരിപാടി തുടങ്ങിക്കോളൂ. നമ്മൾ ഈ ബൂസ്റ്റർ ബാച്ചിലൂടെ ഫുൾ മാർക്ക് വാങ്ങിയിരിക്കും, സെറ്റാക്കും.